രഞ്ജിതയുടെ വിയോഗ വാർത്ത ഇനിയും ഉൾക്കൊള്ളാൻ സലാലയിലെ മുൻ സഹപ്രവർത്തകർക്കുമായിട്ടില്ല. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിനി ദീപ ബെന്നിയോടൊപ്പമാണ് സലാലയിൽ രഞ്ജിത താമസിച്ചിരുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിൽ 9 വർഷം സ്റ്റാഫ് നഴ്സായിരുന്നു രഞ്ജിത. സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. സലാലയിൽ നിന്ന് സലാഹുദ്ദീൻ വിവരങ്ങൾ നൽകും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിത ഗോപകുമാർ ദീർഘകാലം ഒമാനിലെ പ്രവാസിയായിരുന്നു. അവർ ഇവിടുത്തെ ആരോഗ്യ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സായിരുന്നു. സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലാണ് അവർ കഴിഞ്ഞ 9 വർഷത്തോളം ജോലി ചെയ്തത്. നമ്മോടൊപ്പം ഉള്ളത് അവരുടെ കുടുംബ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഒരു വല്ലാത്ത ഞെട്ടലാണ് ഇന്ന് ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായത്. പ്രത്യേകിച്ച് രഞ്ജിത എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചിരിക്കുന്ന മുഖമാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ ചിരിച്ചുകൊണ്ടാണ് രഞ്ജിത നേരിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒരു 4 കൊല്ലമായിട്ട് ഈ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളുടെ മുറിയുടെ മുന്നിൽ തന്നെയായിരുന്നു താമസം. മക്കളും അമ്മയായിട്ടൊക്കെ എല്ലാ ആഘോഷങ്ങളും, ഈദും ഓണവും വിഷുവും ഈസ്റ്ററും എല്ലാം ഒരുമിച്ച് ആഘോഷിച്ചാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അത് ആ ചിരിക്കുന്ന മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഓക്കെ ദീപ ചേച്ചി, ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളോടൊപ്പം ജോലി ചെയ്തതാണ് അവർ കുറേ വർഷം. എങ്ങനെയാണ് രഞ്ജിതയെ ഓർക്കുന്നത്? 2014 രഞ്ജിത സലാലയിലേക്ക് ജോലിക്ക് വേണ്ടി വന്നത്. അത് കഴിഞ്ഞ് കാർഡിയാക്കിൽ ജോലി ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു, നല്ല അടുപ്പമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് രഞ്ജിത എൻ്റെ റൂമിൽ വരുമായിരുന്നു. രഞ്ജിതയുടെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, അവൾ കുറച്ച് നാൾ എൻ്റെ റൂമിൽ താമസിച്ചു. അപ്പോൾ ആ സമയത്ത് രഞ്ജിത എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഈ ഫ്ലാറ്റ് ഇഷ്ടമാണെന്ന് പറയുകയും, പിന്നെ അവളുടെ സ്വഭാവം വളരെ നല്ലതും എപ്പോഴും നമുക്ക് എപ്പോഴും ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു ഇതായതുകൊണ്ട് ഞാനപ്പോൾ നോക്കിക്കൊണ്ടിരുന്നു, ഇവിടെ ആരെങ്കിലും വേക്കൻ്റായി പോവുകയാണെങ്കിൽ രഞ്ജിത ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണ് രഞ്ജിത ഇവിടെ വന്നത്. അവരുടെ കുടുംബം എത്ര മക്കളായിരുന്നു? മറ്റ് വിശദാംശങ്ങൾ പറയുമോ? 2 പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിക്കുന്നതിനേക്കാൾ ഉപരി എന്താ പറയുക, ഒരു കുടുംബം പോലെയായിരുന്നു. ഞങ്ങൾ പിള്ളേരാണേലും ഇവിടെ നമ്മളോടൊപ്പം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അമ്മയാണേലും അതെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുവും പോവും, എന്ത് കാര്യത്തിനും ആൾ പങ്കെടുക്കുകയും കാര്യങ്ങളും എപ്പോഴും നമ്മളോടൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ഫേസാണ് ആൾക്ക്. ഒരു ഇപ്പോഴാ ഫോട്ടോകളിലൊക്കെ കാണുന്ന പോലെ എങ്ങനെയാണോ ചിരിച്ച് അതുപോലെ തന്നെയാണ് ആൾ റിയൽ. ഉള്ളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് പിന്നീടാണ് നമ്മൾ അറിയുന്നത് ആൾക്ക്. പിന്നെ പിള്ളേര് സ്കൂളിൽ പഠിക്കുകയാണ്, ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ജൂണിലാണ് അവർ ഇത് വാങ്ങിച്ചിട്ട് TC വാങ്ങിച്ചിട്ട് അവരെ നാട്ടിലാക്കിയത്. പക്ഷെ പിള്ളേരെന്ന് പറഞ്ഞാലായിരുന്നു ആൾക്ക് അതിൻ്റെ ഒരു ടെൻഷനും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളിലായിരുന്നു. അവരുടെ കുറച്ചും കൂടെ ബെറ്റർ ഫ്യൂച്ചർ നോക്കിയിട്ടൊക്കെയാണ് ആളിവിടുന്ന് UK പോയത് തന്നെ. പക്ഷേ പോയിട്ട് 1 വർഷത്തോളമായി തോന്നുന്നു. 11 മാസമാവുന്നു ചേച്ചി പോയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചേച്ചി ഇവിടുന്ന് പോയത്. ജൂലൈയിലാണ് നാട്ടിലേക്ക് പോയത്. ഇപ്പോൾ 11 മാസമാവുന്നു പോയിട്ട്. പറയാനെ കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു സുഹൃത്തും എന്താ പറയുന്നത്, നമുക്ക് ഇന്ന് രാവിലെ കൂടി മെസ്സേജ് അയച്ചതാണ്. അത് ശരിയാ, മെസ്സേജ് അയച്ച് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ഒരാളാണ്. ശ്യാമനെയും ഇന്ന് അവർ ബന്ധപ്പെട്ടിരുന്നു എന്നല്ലോ. ഇവിടുന്ന് പോയിട്ട് പല കാര്യങ്ങൾക്കും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ നാട്ടിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്താണ് കൂടുതലും റെഡിയാക്കി കൊടുത്തതൊക്കെ. അതിനുള്ള പുള്ളിക്കാരിക്ക് നാട്ടിൽ തന്നെ നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു, കാരണം കുട്ടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളും ഇത് അറിഞ്ഞിട്ട്. പിന്നെ അവർ അവിടെ ചെന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറയുക, പല കാര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു എന്തെങ്കിലും പരിപാടിയുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു വിമാന ദുരന്തം എന്ന് പറയുമ്പം നമ്മൾ പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതും, അവരാണ് തളർന്നു പോകുന്നതും. അങ്ങനെ ഇത്രയും ആളുകൾക്ക് അപകടം പറ്റിയെന്നറിഞ്ഞ് ഞെട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഏറ്റവും തീർച്ചയായിട്ടും ഈ അഹമ്മദാബാദിലെ ഇന്നത്തെ വിമാന ദുരന്തം തീർച്ചയായിട്ടും സലാലയിലെ പ്രവാസികളെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. രഞ്ജിതയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഇവർ പങ്കുചേരുന്നതോടൊപ്പം അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സലാലയിൽ നിന്നും ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം K. സലാഹുദ്ദീൻ, മീഡിയ 1.